വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ പേരെടുത്ത ഒരു സംവിധായകനാണ് ലോകേഷ് കനകരാജ്. മാ നഗരം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ സംവിധാന രംഗത്തേക്കുള്ള കടന്നുവരവ്. ആ ചിത്രം വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിരുന്ന ലോകേഷ് കനകരാജ് ഒരു ബാങ്ക് ജീവനക്കാരനായിരുന്നു. പിന്നീട് സിനിമയോടുള്ള മോഹം കൊണ്ട് അദ്ദേഹം ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ എടുത്തു. അതിനുശേഷം അദ്ദേഹം മാ നഗരം എന്ന ഒരു ചിത്രം എടുക്കുകയായിരുന്നു. ആ ചിത്രത്തിൽ ഒട്ടനവധി യുവതാരങ്ങളെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം അണിയിച്ചൊരുക്കിയിരുന്നത്. ആ ചിത്രത്തിന്റെ ഹിറ്റോടുകൂടി അദ്ദേഹം തമിഴിലെ തന്നെ ഒരു മെഗാസ്റ്റാറിനെ വെച്ച് ഒരു ചിത്രം സംവിധാനം ചെയ്തു. കാർത്തിയായിരുന്നു ആ ചിത്രത്തിലെ നായകൻ. ചിത്രത്തിന്റെ പേര് കൈദി. സൂപ്പർ സ്റ്റാർ ഇളയ ദളപതി വിജയ് നായകനായ സർക്കാർ എന്ന ചിത്രത്തോട് മല്ലിട്ടായിരുന്നു കൈദിയും തിയേറ്ററിൽ റിലീസ് ചെയ്തത്. എന്നാൽ വിജയ് ചിത്രത്തെ അമ്പാടെ പരാജയപ്പെടുത്തിക്കൊണ്ട് തമിഴിലെ ആദ്യത്തെ 100 കോടി നേടിയ ചിത്രവും കൈദിയായിരുന്നു. ഇപ്പോൾ ഇതാ ലോകേഷ് കനകരാജ് തന്റെ ജീവിതത്തിലെ ഏറ്റവും പുതിയ ചിത്രവുമായി മുന്നോട്ടെത്തിയിരിക്കുകയാണ്. അല്ലു അർജുനെ കേന്ദ്ര കഥാപാത്രമാക്കി അദ്ദേഹം സംവിധാനം ചെയ്യാൻ പോകുന്നത് ഒരു തെലുങ്ക് ചിത്രമാണ്. 2025 അദ്ദേഹം രജനികാന്തിനെ വെച്ച് കൂലി എന്ന് പറയുന്ന ഒരു ചിത്രം സംവിധാനം ചെയ്തിരുന്നു. ഈ ചിത്രം ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പരാജയമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ലോകേഷ് കനകരാജ് നേടിയെടുത്ത എല്ലാ ഇമേജും കൂലി എന്ന ഒറ്റ ചിത്രം കൊണ്ട് തകർന്ന് തരിപ്പണമാക്കപ്പെട്ടു. അതിനുശേഷം വീണ്ടും രജനികാന്തുമായി അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി കൈകോർക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ കൂലിയുടെ പരാജയത്തെ തുടർന്ന് അദ്ദേഹത്തെ രജനികാന്ത് ചിത്രത്തിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ അല്ലു അർജുൻ ചിത്രവുമായി ലോകേഷ് കനകരാജ് എത്തുന്ന സമയത്ത് ആളുകൾക്ക് വലിയ പ്രതീക്ഷയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിലൊക്കെ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. LCU, അതായത് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്. കൈദി എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് ലോകേഷ് ഇതിനിടെ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. കൈദിയുടെ രണ്ടാം പാർട്ട് എന്നോണം, കൈദിയുടെ മൂന്നാം പാർട്ട് എന്നോണം അദ്ദേഹം വിക്രം കൊണ്ടുവന്നു. വിക്രമിലെ നായകൻ കമലഹാസനായിരുന്നു. ശേഷം കൈദിയുടെയും വിക്രമിന്റെയും ഒരു പാർട്ട് എന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം വിജയിയെ നായകനാക്കിയിട്ട് ലിയോ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. ഈ 3 സിനിമകളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു സിനിമ വരുമെന്നായിരുന്നു പിന്നീട് അറിയിച്ചിരുന്നത്. കൈദി 2, വിക്രം 2, ലിയോ 2 എന്നിങ്ങനെ 3 പാർട്ടുകൾ സംഭവിക്കുകയും അതിനുശേഷം ഈ എല്ലാ സിനിമകളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു സിനിമ, അതായത് ഈ സിനിമ അവസാനിപ്പിക്കുന്ന ഒരു സിനിമ വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിന്റെയൊക്കെ മുന്നോടിയായി ഈ കഥയുടെ ആരംഭം എന്ന രീതിയിൽ അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിമും സംവിധാനം ചെയ്തിരുന്നു. ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് അദ്ദേഹം LCU ഉപേക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ കാരണവും കൂലി എന്ന സിനിമ തന്നെയാണ്. കൂലിയുടെ വമ്പൻ പരാജയത്തെ തുടർന്ന് അദ്ദേഹം അടുത്തതായി ചെയ്യാനിരുന്ന കൈദി 2-ൽ നിന്ന് കാർത്തി പിന്മാറി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ശരിയാണെന്ന് തന്നെ തോന്നാം. ഓരോ സിനിമ വരുമ്പോഴും, അതായത് കൈദി കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം വിക്രം എന്ന് പറഞ്ഞ കമലഹാസന്റെ ചിത്രം ചെയ്തു. അതിനുശേഷം വന്ന സിനിമകളൊക്കെ തന്നെ അത്യാവശ്യം ഹിറ്റുള്ളതായിരുന്നു. ശേഷം അദ്ദേഹം വിക്രമിന്റെയും കൈദിയുടെയും പാർട്ട് എന്ന രീതിയിൽ ലിയോ കൊണ്ടുവന്നു. ആ ലിയോയും ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ എന്ന രീതിയിലാണ് അദ്ദേഹം സിനിമ അവസാനിപ്പിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോയത് കൊണ്ട് ലിയോ എന്ന് പറയുന്ന പടത്തിന് ഇനി ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്, അതായത് വലിയ ചർച്ചയായ ഒരു സംഭവമാണ് LCU എന്ന് പറയുന്നത്. LCU ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളൊരു ചർച്ച ഇപ്പം പ്രേക്ഷകർക്കിടയിൽ നടക്കുന്നുണ്ട്. കാരണം കൂലി എന്ന് പറയുന്ന ചിത്രം കഴിഞ്ഞ ഉടനെ അദ്ദേഹം കൈദി 2 ആയിരുന്നു ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അത് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ അല്ലു അർജുനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു തെലുങ്ക് സിനിമയായിട്ടാണ് വരുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്.